മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഈ കാണുന്നതില് ഒരൊറ്റ സംഖ്യ പോലും ഇല്ല കേട്ടോ. ഈ വീഡിയോയിലുള്ളത് സകലതും ഇറാനിയൻ ജനതയാ. അലി ഖൊമൈനി എന്ന ചെകുത്താൻ കൊല്ലപ്പെട്ടതിൽ ഇറാനിയൻ ജനത ആഘോഷിക്കുന്നതാ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ജിഹാദികള് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഖൊമൈനി കൊല്ലപ്പെട്ടതിൽ സംഘികള് ആഘോഷിക്കുന്നത്? സംഘികൾക്ക് മാത്രമേ ആഘോഷമുള്ളൂ എന്നൊക്കെ. സംഘികൾക്ക് മാത്രമല്ല, ഇറാനിയൻ ജനത ആയത്തുള്ള അലി ഖൊമൈനി എവിടെയായിരുന്നോ ഭരിച്ചത് അവിടത്തെ ജനതയാണ് ഈ ആനന്ദ നൃത്തമാടുന്നത്. ഇതിവിടെയുള്ള ജിഹാദികളൊക്കെ ഒന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ജിഹാദികൾ സംഘികൾ എന്ന് വിളിക്കുന്നത് രാജ്യത്തോട് കൂറുള്ള ആളുകളെ അല്ലേ? അതെ, സംഘികൾ ഇതില് ആഘോഷിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. വെറുതെ അല്ല, മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യരും ഇത് ആഘോഷിക്കുന്നുണ്ട്. ലോകം മൊത്തം നമ്മുടെ രാജ്യത്ത് സംഘികൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ലോകം മൊത്തം മനുഷ്യത്വമുള്ള സകല മനുഷ്യരും ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ ഇത് ഖൊമൈനി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ആര് ആനന്ദം കൊണ്ടോ അവരൊക്കെ പിന്നെ സംഘികളാണല്ലോ. അതെ, സംഘികൾ ഇതിൽ ആഘോഷിക്കും. വെറുതെ അല്ല, ജനാധിപത്യമില്ലാത്ത നിരവധി മുസ്ലിങ്ങളെ, സുന്നി മുസ്ലിങ്ങളെ, പതിനായിരക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത അലി ഖൊമൈനി കൊല്ലപ്പെടുമ്പോ ആഘോഷിക്കൂ. ഒരു തർക്കവും ഇതിൽ വേണ്ട ആർക്കും. ഒരു തർക്കവും ഇവിടെയുള്ള ഒരു ജിഹാദിക്ക് വേണ്ട. മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത ഖൊമൈനി കൊല്ലപ്പെട്ടാൽ, ചെകുത്താൻ കൊല്ലപ്പെട്ടാൽ ആഘോഷിക്കുക തന്നെ ചെയ്യും. ഇനി ജിഹാദികള് പരത്തുന്ന മറ്റൊരു വലിയ പ്രചരണമുണ്ട്. വലിയൊരു പ്രചരണ ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്തോ ബങ്കറിലാണ് എന്നൊക്കെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത്. ഈ ബങ്കറില് മാളത്തിൽ ഒളിച്ചു നിന്ന ഖൊമൈനിയെ മാളത്തിലെത്തി ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയതോട് കൂടിയിട്ട് ഇപ്പൊ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തില് ജിഹാദികള് പ്രചരിപ്പിക്കാണ്, ഓ ബെഞ്ചമിൻ നെതന്യാഹു പുറത്തിറങ്ങാഞ്ഞിട്ടാണ്. നിങ്ങൾ ഇതൊന്ന് കണ്ടുവെക്കൂ. ഈ ആക്രമണവും ഖൊമൈനിയെ കൊലപ്പെടുത്തിയതിനു ശേഷവും ബെഞ്ചമിൻ നെതന്യാഹു നെഞ്ചു വിരിച്ചുകൊണ്ട് നടു റോട്ടിലാ, നഗരത്തിലാ, നഗരമധ്യത്തിലാ. നിങ്ങൾ ഇതൊന്ന് കണ്ടുവെക്കൂ. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നും ഞാനൊന്ന് പരിഭാഷപ്പെടുത്തി വായിച്ചേൽപ്പിക്കാം. അപ്പൊ അതിനേക്കാൾ വലിയ രീതിയിൽ ഇവിടെയുള്ള ജിഹാദികൾക്ക് കുരുപൊട്ടുകയും ചെയ്യും. നിങ്ങൾ ഇതൊന്ന് കണ്ടുവെക്കൂ. I spoke to our great friend, Prime Minister Narendra Modi. Spoke to him at length yesterday. Thanked him for his standing with Israel, standing for the truth, and for the enormous friendship of the people of India. They are much admired and loved in Israel. And I won't get into the details of the conversation, but I've spoken to him and I've spoken to many other leaders in the region and beyond. Thank you. നിങ്ങൾ കണ്ടില്ലേ, നഗര മധ്യത്തിൽ ആ ജനങ്ങൾക്കിടയിലാണ് ഈ കാണുന്നത്. ഈ ബെഞ്ചമിൻ നെതന്യാഹു ആണോ ബങ്കറിൽ ഒളിച്ചിരിക്കുക എന്നൊക്കെ ഇവിടെയുള്ള കുറെ മരമൊണ്ണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്റെ ഉറ്റ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഞാൻ ഇന്നലെ സംസാരിച്ചു. അദ്ദേഹം ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു, സത്യത്തിനൊപ്പം നിൽക്കുന്നു. ഇന്ത്യൻ ജനത വലിയ സൗഹൃദത്തിനും വേണ്ടി നിലകൊള്ളുന്നു. ഇസ്രായേലിൽ അവർ വളരെ അധികം ആരാധിക്കപ്പെടുന്നു, സ്നേഹിക്കപ്പെടുന്നു. സംഭാഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. മേഖലയിലും അതിനപ്പുറത്തുമുള്ള മറ്റ് നിരവധി നേതാക്കളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. താങ്ക് യു. മോദി അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായിട്ട് സമാധാനമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി അലി ഖൊമൈനിയെ, പറയുന്ന ലോകത്ത് ഭീകരവാദം വളർത്തുന്ന അലി ഖൊമൈനിയെ തീർത്തിട്ട് അതിനുശേഷവും ബെഞ്ചമിൻ നെതന്യാഹുവിനെ നമ്മുടെ പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ചിരിക്കുന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. ഇവിടെ കുറെ ജിഹാദികള് ഉറഞ്ഞുതുള്ള ആർക്ക് വേണ്ടി? ഖൊമൈനിക്ക് നാടും ഉളുപ്പും മാനവും ഇല്ലേ. പിന്നെ കുറെ കൂട്ടരുണ്ട് അമേരിക്കക്കെതിരെ. ഈ ചെകുത്താന്മാരോട് പറയാൻ, ഈ ജിഹാദികളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യ, ഈ അമേരിക്ക ഇല്ലെങ്കിൽ UAE ഒക്കെ ഇപ്പോഴേക്ക് തവിട് പൊടിയാവുമായിരുന്നു.
എന്നല്ല ഗൾഫ് രാജ്യങ്ങൾ ഈ സമയമാവുമ്പോഴേക്ക് തവിട് പൊടിയാവുമായിരുന്നു. ഇതൊന്നും അറിയാതെ ഗൾഫിൽ നിന്ന് പോലും ഓരോ ആളുകൾ കമന്റ് ഇടുക, അമേരിക്ക അങ്ങനെ, അമേരിക്ക ഇങ്ങനെ, അമേരിക്ക തൊലയട്ടെ. എടോ മരം മൊണ്ണകളെ, ഈ അമേരിക്ക ഉള്ളത് കൊണ്ടാണ് ഉൾപ്പെടെ ഇപ്പോഴും ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകുന്നത്. അവിടെയും ഇവിടെയും മിസൈലിന്റെ ചിതറിയ ഇറാൻ ആക്രമണം നടത്തി ആ മിസൈലുകൾ എത്തുന്നതിന് മുമ്പേ ആയിട്ട് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞിട്ടതിന്റെ ചിതറിയ കഷ്ണങ്ങൾ മാത്രം ഇപ്പൊ അവിടെയും ഇവിടെയുമായിട്ട് വീഴുന്നത്. അല്ലാതെ അമേരിക്കൻ പ്രതിരോധ സംവിധാനം അവിടെ നിന്ന് ഈ ഇറാന്റെ മിസൈലുകളെ തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ സമയമാകുമ്പോഴേക്ക് കുളം തോണ്ടുമായിരുന്നു, കുളം തോണ്ടി പോകുമായിരുന്നു. ഇത് തന്നെയാ ഗൾഫ് രാജ്യങ്ങളിലെ സകല രാജ്യങ്ങളുടെയും അവസ്ഥ. ഇതൊന്നും അറിയാതെ, ലോകത്തെന്താ നടക്കുന്നത് എന്നറിയാതെ മതഭ്രാന്തുമായിട്ട് കുറെ ജിഹാദികൾ ഇവിടെ കിടന്ന് കാറിക്കോവി വിളിച്ചു പറയുന്നുണ്ട്. അമേരിക്ക അങ്ങനെയാണോ, ഇസ്രായേൽ അങ്ങനെയാണോ, ഞങ്ങളെ കൊമേനിയെ തീർത്തോ. ഉളുപ്പില്ലടോ, ഉളുപ്പില്ലേ? തലയിൽ എന്താ കളിമണ്ണാണോ? ഇവിടെയുള്ള ജിഹാദികളുടെ ഒരു അവസ്ഥ നോക്കോ. ഈ ഗൾഫിലിരുന്ന് പോലും ജിഹാദികളിൽ പണിയെടുക്കുന്നുണ്ട്. ഇവന്മാരും അല്ലെങ്കിൽ ഇവന്മാരുടെ ഈ ജിഹാദികളുടെയൊക്കെ മിക്കവാറും വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കു കൂടി സമാധാനത്തിന് വേണ്ടിയാ അമേരിക്കയും ഇസ്രായേലും ഈ പറയുന്ന ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അടിച്ചു തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ അമേരിക്കക്കെതിരെ, ഇസ്രായേലിനെതിരെ. എടോ ഇവന്മാരിൽ ഈ ഇസ്രായേലും അമേരിക്കയും ഇല്ലെങ്കിൽ ഇല്ല, ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളില്ല. ഇതൊന്നും ഇവന്മാരെങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഇത് ഫുള്ള് ഈ പറയുന്ന കമേനിയെ ഈ കമേനി എത്ര സുന്നി മുസ്ലിങ്ങളെ തീർത്തിട്ടുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ തേടി പിടിച്ച് കൊല ചെയ്തവരാ ഈ കമേനി. ഈ സുന്നി മുസ്ലിങ്ങളല്ലേ നമ്മുടെ കേരളത്തില് കൂടുതലും ഉള്ളത്. അവരെ തീർത്ത ഒരു സംവിധാനത്തിന് വേണ്ടി ഈ കമേനിക്ക് വേണ്ടി കൈയടിക്കുക. അപ്പൊ ജിഹാദികളെ തന്നെയാ ഇവിടെ ഈ കമേനിയെ പിന്തുണയ്ക്കുന്ന സകല ആളുകളും നമ്മുടെ രാജ്യത്തിന് തന്നെ അപകട. ഒരു തർക്കം അതിലാർക്കും തന്നെ വേണ്ട, ഒരു തർക്കം വേണ്ട. കമേനിയെ ഒക്കെ ആരും പിന്തുണക്കുന്ന അവരൊക്കെ നമ്മുടെ നാടിന് ഇന്നല്ലേ നാളെ അപകടം തന്നെയാ. അവരൊക്കെ പൊട്ടിത്തെറിക്കാൻ പോലും സാധ്യതയുള്ള ആളുകളാ. ഈ ഗൾഫിലുള്ള സകല എണ്ണത്തിനോടും കൃത്യമായിട്ട്, അതായത് ജിഹാദികളോടാ. സാധാരണ നമ്മുടെ രാജ്യത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമുക്കൊക്കെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട്. ഇവർക്കൊക്കെ തന്നെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. അമേരിക്ക ഇസ്രായേൽ ഉള്ളത് കൊണ്ടാണ് അവിടെ സമാധാനം എന്നുള്ളത്. പക്ഷെ ഇതൊന്നും അറിയാതെ കുറെ മൊണ്ണ സുഡാപ്പി ജിഹാദി ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നിട്ട് ഈ പറയുന്ന അമേരിക്കക്കെതിരെ തുള്ളുന്നുണ്ട്. ഇവരോടൊക്കെ നിങ്ങളുടെ ജീവൻ പോലും അമേരിക്ക ഉള്ളത് കൊണ്ടാ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മലയാളികൾ ഈ പറയുന്ന ജിഹാദി ആളുകളൊക്കെ ഒന്ന് തിരിച്ചറിയണോ. നിങ്ങൾ എതിർക്കുന്ന അമേരിക്ക ഇല്ലെങ്കിൽ ഇല്ല, ഗൾഫ് രാജ്യങ്ങളില്ല. നമ്മുടെ പ്രധാനമന്ത്രിയും രാജാവിനൊക്കെ പ്രസിഡന്റിന് ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഇറാൻ തീരേണ്ടത് ലോക സമാധാനത്തിന്റെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ ഇറാൻ, ഇസ്രായേലും അമേരിക്കയും കൂടി ഭംഗിയായിട്ട് ആ കമേനി മതഭരണകൂടത്തെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കുമെന്നുള്ളതുമാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സകല യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ജിഹാദി സംവിധാനം, ഈ ഭീകര ഇറാൻ, ഭീകര മതഭരണകൂടം, ഇവന്മാർ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.